لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين أما بعد. വിശ്വാസികളെ തെക്കുവയുടെ നിറകുടങ്ങളാക്കി തീർക്കുവാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം സംവിധാനിച്ചിരിക്കുന്ന ഒരു മാസമാകുന്നു നോമ്പുകാലമായ റമദാൻ. ഇസ്ലാം വിഭാവന ചെയ്യുന്ന രീതിയിൽ പൂർണാർത്ഥത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നരകത്തിലെത്തിച്ചേരാൻ നിമിത്തമാകുന്ന തിന്മകളെ പ്രതിരോധിക്കുവാനും നരക കവാടങ്ങൾ കൊട്ടിയടക്കാനും അയാൾക്ക് കഴിയും. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള നന്മയുടെ കവാടങ്ങളെല്ലാം മലർക്കെ തുറന്നിടാനും അയാൾക്ക് കഴിയും. ഭക്ഷണപാനീയങ്ങൾ റമദാനിൻ്റെ പകലിൽ ഉപേക്ഷിക്കലാണ് നോമ്പ് എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ അത് മാത്രമല്ല നോമ്പ് എന്ന് നാം മനസ്സിലാക്കണം. നോമ്പിന് അറബിയിൽ പറയുന്നത് സൗമ് എന്നാണല്ലോ. സൗമ് എന്ന് പറഞ്ഞാൽ അൽ ഇംസാഖ്, പിടിച്ചുവെക്കൽ, നിയന്ത്രിക്കൽ എന്നെല്ലാമാണ് ഭാഷാർത്ഥം. ജീവിതത്തിൽ നിന്നും ഭക്ഷണവും പാനീയവും മാത്രം നിയന്ത്രിക്കലല്ല നോമ്പ്. ഒരു മാസക്കാലമല്ല, ഒരു വർഷക്കാലം ഒരാൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പകലുകളിൽ തള്ളി നീക്കിയാലും അയാളിൽ നോമ്പുകൊണ്ട് അള്ളാഹു ലക്ഷ്യം വെച്ച തെക്കോ വളരുകയില്ല. മറിച്ച് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം ജീവിതത്തിന് മൊത്തം നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മാത്രമേ നോമ്പിൻ്റെ ഫലപ്രദമായ തെക്കുവ ഉണ്ടാവുകയുള്ളൂ. നോമ്പിൻ്റെ ഫലം നിഷ്ഫലമാക്കിക്കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് നോമ്പുകാരൻ ബോധവാനായിരിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് പട്ടിണി മാത്രമേ നേട്ടമായി ലഭിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, റുബ്ബ സ്വാഇമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽ ജൂ വൽ അത്ഷ്. എത്രയെത്ര നോമ്പുകാരാണ്, അവർക്ക് അവൻ്റെ നോമ്പിൽ നിന്നും കിട്ടുന്നത് എന്താണെന്ന് അറിയുമോ? അൽ ജൂ വൽ അത്ഷ്, വിശപ്പും ദാഹവും മാത്രമാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മിക്കവാറും എല്ലാവർക്കും അറിയാം. വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും, നോമ്പിൻ്റെ പകലിൽ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധമുണ്ടായാൽ നോമ്പ് മുറിയും. നോമ്പുകാരനായിരിക്കെ ആർത്തവകാരിയായാലും നോമ്പ് മുറിയും. എന്നാൽ ഇത് മാത്രമാണോ നോമ്പിന് നിഷ്ഫലമാക്കുന്ന കാര്യങ്ങൾ? അല്ല. റസൂലുള്ളാഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതുമാത്രമല്ല നോമ്പിന് നിഷ്ഫലമാക്കുന്നത്. ലൈസ സിയാമു മിനൽ അക്ലി വശറാബ് വഇന്നമ സിയാമു മിനൽ ലാവി വറഫത്ത്. അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. തീറ്റയിലും കുടിയിലും നിയന്ത്രണം ഏർപ്പെടുത്തലല്ല നോമ്പ്. അനാവശ്യ സംസാരങ്ങളിൽ നിന്നും കളവ് പറയുന്നതിനും മോചനം നേടലാണ് നോമ്പ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞു, ആരെങ്കിലും കളവ് പറയലും കള്ളം പ്രവർത്തിക്കലും ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ അൻ യദാ ത്വാമഹു വ ശറാബഹു. അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു നിർബന്ധവുമില്ല. ഇതിൽ നിന്നെല്ലാം നോമ്പിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തഖ്വ ആഗ്രഹിക്കുന്ന മുഅ്മിൻ ആയ മനുഷ്യൻ തൻ്റെ മനസ്സിനെയും ശരീരാവയവങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് നിഷ്ഫലമായി തീരാനുള്ള സാധ്യത ഏറെയാണ്
എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. തികഞ്ഞ അർത്ഥത്തിലുള്ള നോമ്പാണ് ഒരാൾ ശീലിക്കുന്നത് എങ്കിൽ അയാളോട് ആരെങ്കിലും വഴക്കിടാനോ പോരടിക്കാനോ ശ്രമിച്ചാൽ അയാൾ പ്രതികരിക്കുന്നത് സോറി, ഞാൻ നോമ്പുകാരനാണ് എന്ന ഭാവത്തിലായിരിക്കും. അയാൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, ചീത്ത വിളിച്ചവനെ ചീത്ത വിളിക്കാൻ അറിയാത്തതുകൊണ്ടുമല്ല, അയാൾ അനുഷ്ഠിച്ച നോമ്പുകൾ അങ്ങനെ അയാളെ പരിശീലിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. റമളാനിൻ്റെ പകലിൽ മാത്രം നോമ്പ് നിഷ്ഫലമാക്കുന്ന കാര്യങ്ങൾ ജാഗ്രതയുണ്ടായാൽ പോരാ. റമളാൻ എന്ന് പറയുന്നത് നോമ്പനുഷ്ഠിക്കുന്ന പകലിന് മാത്രം പറയുന്ന പേരല്ല. പകലും രാത്രിയും ഉൾപ്പെടുന്ന 24 മണിക്കൂറിനും പറയുന്നത് റമളാൻ എന്ന് തന്നെയാണ്. നോമ്പ് തുറന്ന ശേഷം കളവ് പറയാമെന്നോ അശ്ലീലതകൾ കണ്ട് ആസ്വദിക്കാമെന്നോ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ പകലിലെ വിശപ്പും ദാഹവും നിഷ്ഫലമായി തീരുക തന്നെ ചെയ്യും. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇദാ സുംത ഫല്യസും സംഅക വബസറക വലിസാനക, നീ നോമ്പ് തോൽക്കുകയാണെങ്കിൽ നിന്റെ കാതിനെയും നിന്റെ കണ്ണിനെയും നിന്റെ നാവിനെയും നീ നോമ്പനുഷ്ഠിപ്പിക്കുക. ഇവയിലൂടെ ഉണ്ടാവുന്ന അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുകൾ നോമ്പിനെ ഗുരുതരമായി ബാധിക്കുക തന്നെ ചെയ്യും. സൂക്ഷ്മതയോടുകൂടി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റമളാനിനെ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.